ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ അശോക് കുമാർ തെടനാട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി പഴയ പുതിയ നിയമങ്ങളിൽ നിന്ന് ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 3-ാം വാക്യം. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്ര നിർണായകമായ നിമിഷങ്ങളിലൂടെ അവർ കടന്നു പോകുകയാണ്. പ്രവാചകനായ യിരെമ്യാവിലൂടെ തൻ്റെ ജനത്തോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ സാഹചര്യം അനുകൂലമല്ല. നിരവധി ഭാവികാല പ്രവചനങ്ങൾ യിരെമ്യാവ് നടത്തുമ്പോൾ ഇസ്രയേലിന് കടന്നു പോകേണ്ടി വരുന്ന കാഠിന്യത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം തിരിച്ചറിയുകയാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ കരയുന്ന പ്രവാചകനായി അദ്ദേഹം തീർന്നിരിക്കുന്നു. ഈ നിർണായക ഘട്ടത്തിൽ യിരെമ്യാവിനോടും ഇസ്രായേൽ ജനത്തോടുമുള്ള ഇക്കാലത്ത് ഈ തിരുവെഴുത്ത് ശ്രദ്ധിക്കുന്ന നമ്മോടുമുള്ള വചനമായിട്ടാണ് അത് അരുളി ചെയ്തത്. ഇവിടെ ദൈവസ്നേഹത്തെയും ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ദൈവസ്നേഹം നിമിത്തം തൻ്റെ ജനത്തോട് ദൈവം കാണിച്ച ദയ, അതാണ് നമ്മുടെ ചിന്താവിഷയം. അതിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ ചില വാക്കുകളിലൂടെ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, പുരാതനമേ അരുളി ചെയ്തത് എന്ന ആശയവും നമുക്കവിടെ ചിന്തിക്കാം. യിരെമ്യാവിനോട് പറയുകയാണ്, നീയും നിൻ്റെ ജനവും ഈ പ്രതികൂലത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവം സ്നേഹിക്കുന്നില്ലേ എന്ന് ചിന്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവം അവരോട് പറയുന്നു, എൻ്റെ സ്നേഹത്തിന് ഒരല്പം പോലും കുറവ് സംഭവിച്ചിട്ടില്ല. നിൻ്റെ പിതാക്കന്മാരുടെ കാലം മുതൽ അവരെ ഞാൻ സ്നേഹിച്ചാണ് ഈ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് വന്ന തലമുറകളെ അത്ഭുതകരമായി എൻ്റെ സ്നേഹം കൊടുത്ത് ദയ കാണിച്ച് പരിപാലിച്ചതാണ്. ഇന്നും എൻ്റെ സ്നേഹത്തിനും ദയയ്ക്കും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ശരിയാണ്, ഇസ്രായേലിൻ്റെ ചരിത്രം നാം പരിശോധിച്ചാൽ ദൈവസ്നേഹത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവസ്നേഹത്താൽ നടത്തപ്പെട്ടവരും ദൈവത്തിൻ്റെ ദയയാൽ നിലനിന്നവരുമാണ് അവർ. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിലും ദൈവാത്മാവ് ഇടപെടുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ സ്നേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ, നിത്യസ്നേഹം കൊണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഒരാരംഭം സൂചിപ്പിക്കുവാൻ കഴിയാത്ത സ്നേഹമാണ്. അപ്പോൾ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള നമ്മോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അതിനൊരാരംഭമില്ല. എന്നേക്കും നമ്മെ സ്നേഹിക്കുന്ന ദൈവം ഈ ലോകത്തിലെ എല്ലാവരുടെയും സ്നേഹത്തിൽ നിന്നും വ്യത്യസ്തമായ സ്നേഹമാണ് സ്വർഗം നമ്മോട് കാണിച്ചിരിക്കുന്നത്. ഈ യിരെമ്യാ പ്രവചനത്തിൽ 31-ാം അധ്യായം നാം ശ്രദ്ധിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ വിവിധ പ്രവർത്തികൾ, ദയയുടെ പ്രവർത്തികൾ അവിടെ കാണുന്നുണ്ട്. അത് നാം നോക്കിയാൽ ഇസ്രയേലിനെ കരുതുന്ന സ്നേഹമായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹം എന്ന് ചിന്തിക്കാൻ കഴിയും. പിതാക്കന്മാരുടെ കാലം മുതൽ അവരെ പരിപാലിച്ചപ്പോൾ അവർക്ക് വേണ്ട ആഹാരം, അവർക്ക് അഭയസ്ഥാനം,
അവർക്ക് വിശ്രമം, ഇതെല്ലാം കൊടുത്താണ് അവരെ നടത്തിയത്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത കരുതുന്ന സ്നേഹമാണ്. പ്രിയമുള്ളവരെ, ആ സ്നേഹം ഇന്നും നമ്മെ കരുതുന്ന സ്നേഹമാണ്, ആവശ്യങ്ങളിൽ കരുണ കാണിക്കുന്ന സ്നേഹം. റോമാലേഖനം 8-ാം അധ്യായം 35-ാം വാക്യം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ വാക്യത്തിലുണ്ട്. ഭൂമിയിൽ നാം അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ വാക്യത്തിൽ. ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്, അർത്ഥാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ പിരിക്കാൻ കഴിയില്ല. ജീവിതത്തിലെ ഒരു പ്രശ്നങ്ങൾക്കും നമ്മെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ സാധിക്കുകയില്ല. അതാണ് ദൈവസ്നേഹത്തിൻ്റെ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ഒരിക്കലും നമ്മെ വേർപെടുത്തുവാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ എന്താണെങ്കിലും ഈ സ്നേഹം നമ്മിൽ നിന്ന് മാറുന്നില്ല. ആ സ്നേഹം നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു. അതാണ് ദൈവസ്നേഹത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ കാര്യം 38-39 വാക്യങ്ങൾ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇവിടെ വിവിധ കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇവയൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ളതല്ല. അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു കാര്യങ്ങൾക്കും നമ്മെ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഏത് കാര്യങ്ങളും ആയിക്കൊള്ളട്ടെ, അവയൊന്നും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ വേർപിരിക്കുന്നില്ല ദൈവസ്നേഹത്തിൽ നിന്ന്. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഏത് ആയിക്കൊള്ളട്ടെ, ഏത് കാര്യമായിക്കൊള്ളട്ടെ, അവയ്ക്കും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. അത് ദൈവം സൃഷ്ടിച്ച ആദിമകാലം മുതൽ, മനുഷ്യനെ സൃഷ്ടിച്ച ആദിമകാലം മുതൽ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇക്കാലത്ത് ജീവിക്കുന്ന നമ്മോട് ബന്ധപ്പെട്ടും ആ സ്നേഹം അങ്ങനെ തന്നെ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിൻ്റെ പ്രദർശനമാണല്ലോ കാൽവരിയുടെ ഉന്നതങ്ങളിൽ നാം കാണുന്നത്. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവസ്നേഹത്തെ നമ്മുടെ മുമ്പാകെ വിളംബരം ചെയ്ത ക്രിസ്തുനാഥൻ്റെ ജീവിത അനുഭവം. അപ്പോൾ ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. ഇതിനെ മാറ്റാൻ ആർക്കും കഴിയുകയില്ല. ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത ആരംഭം സൂചിപ്പിക്കുവാൻ കഴിയാത്ത സ്നേഹമാണ്, കരുതുന്ന സ്നേഹമാണ്, പിരിക്കാനാവാത്ത സ്നേഹമാണ്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മെ ഈ സ്നേഹത്തിൽ നിന്ന് പിരിക്കുകയില്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു കാര്യങ്ങളും ഈ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുകയില്ല. അതുകൊണ്ട് ഈ സ്നേഹത്തെ കൂടുതൽ അനുഭവിച്ചുകൊണ്ട് ഈ കർത്താവിനെ തുടർന്നും സ്നേഹിച്ച് നമുക്ക് ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.